തൃശൂർ വടക്കാഞ്ചേരിയിൽ അച്ഛനെയും മകനെയും വെട്ടിപ്പരിക്കേൽപ്പിച്ചു. തിരുത്തിപ്പറമ്പിൽ സ്വദേശി മോഹനൻ, മകൻ ശ്യാം എന്നിവർക്കാണ് വെട്ടേറ്റത്. പോലീസിന്റെ ഗുണ്ടാ ലിസ്റ്റിൽപ്പെട്ട വടക്കാഞ്ചേരി സ്വദേശി രതീഷ്, ശ്രീജിത്ത് അരവ് എന്നിവരാണ് ഇരുവരെയും ആക്രമിച്ചത്. ശ്യാമിനെ വെട്ടുന്നതിനിടയിൽ രക്ഷിക്കാൻ ശ്രമിച്ചപ്പോഴാണ് മോഹനന് വെട്ടേറ്റത്. ആക്രമണത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. കൂടുതൽ വിവരങ്ങളുമായി ലെവിൻ കെ വിജയനാണ് ചേരുന്നത്. ലെവിൻ, ഈ ഒരു ആക്രമണത്തിനുള്ള പ്രകോപനം എന്താണ്? പോലീസ് എന്താണ് പറയുന്നത് ഇക്കാര്യത്തിൽ? സ്വാതി, ഈ ആക്രമണത്തിൽ പരിക്കേറ്റ ശ്യാമും ഈ ആക്രമിച്ച രതീഷും തമ്മിലുള്ള വാക്കുതർക്കവും മുൻവൈരാഗ്യവുമാണ് ഈ സംഭവത്തിന് പിന്നിലെന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പോലീസ് നൽകുന്ന സൂചന. തൃശൂർ വടക്കാഞ്ചേരി സ്വദേശികളായിട്ടുള്ള ഇവർ ഇരുവരും തമ്മിൽ അയൽക്കാരായിരുന്നു. അയൽക്കാരായിരിക്കുമ്പോൾ തന്നെ മുൻകാലങ്ങളിൽ ഇവർ തമ്മിൽ വാക്കേറ്റവും മറ്റും ഉണ്ടായിട്ടുണ്ട്. ഇതേ തുടർന്നുണ്ടായിട്ടുള്ള തർക്കത്തിന്റെ തുടർച്ചയാണ് ഇന്നത്തെ സംഭവമെന്നാണ് പറയുന്നത്. ഇന്ന് വൈകിട്ട് 8 മണിക്ക് ശേഷമാണ് ഈ സംഭവം നടക്കുന്നത്. ഈ ശ്യാമും കുടുംബാംഗങ്ങളും വീട്ടിലുള്ളപ്പോൾ പ്രതികളായിട്ടുള്ള രതീഷും ശ്രീജിത്ത് അരവൂരും ഇവരുടെ വീട്ടിലെത്തി ഇവരെ വിളിച്ചിറക്കിയാണ് ആക്രമിക്കുന്നത്. ശ്യാമിനെ വെട്ടിപ്പരിക്കേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ പിതാവ് മോഹനൻ തടയുകയായിരുന്നു. ഇതിനിടയിലാണ് ഇദ്ദേഹത്തിനും വെട്ടേറ്റിട്ടുള്ളത്. സംഭവത്തിന് പിന്നാലെ ഗുരുതരമായി പരിക്കേറ്റ ഇരുവരെയും തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഈ സംഭവത്തിൽ ഉൾപ്പെട്ട പ്രതികളായ രതീഷും ശ്രീജിത്തും ഓടി രക്ഷപ്പെട്ടതായാണ് പോലീസ് പറയുന്നത്. പ്രതികളെ കണ്ടെത്താൻ അന്വേഷണം ഊർജിതമാക്കിയതായും പോലീസ് അറിയിച്ചിട്ടുണ്ട്. നിരവധി കേസുകളിൽ പ്രതിയാണ് രതീഷ്. ഗുണ്ടാ ലിസ്റ്റിൽപ്പെട്ട ആൾ കൂടിയാണ് എന്നുള്ളതാണ് അറിയുന്നത്. സംഭവത്തെക്കുറിച്ചുള്ള അന്വേഷണം ആരംഭിച്ചതായും ഇതിന് പിന്നിലുള്ള കൃത്യമായ കാരണങ്ങൾ കണ്ടെത്തുമെന്നുമാണ് പോലീസ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. പരിക്കേറ്റ ഇരുവരുടെയും ആരോഗ്യനില അപകടാവസ്ഥ തരണം ചെയ്തതായും ആശുപത്രി വൃത്തങ്ങൾ അറിയിക്കുന്നു. സ്വാതി. ശരി ലെവിൻ, തൃശൂർ വടക്കാഞ്ചേരിയിലാണ് അച്ഛനെയും മകനെയും വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. തിരുത്തിപ്പറമ്പിൽ സ്വദേശി മോഹനനെയും മകൻ ശ്യാമിനെയുമാണ് വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. സംഭവത്തിൽ വടക്കാഞ്ചേരി സ്വദേശി രതീഷും ശ്രീജിത്ത് അരവും പോലീസിന്റെ പിടിയിൽ ആയിട്ടുണ്ട്.